ഒരു പ്രണയം അപ്പുവിന്റെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചല്ലേ? ഒരു പ്രണയം കൊണ്ട് അപ്പുവിന്റെ ജീവിതത്തിൽ വന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാ? ഗുണങ്ങൾ എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. കുറെ വീട്ടിൽ നിന്ന് അടിയും വഴക്കൊക്കെ കിട്ടി. അടി കിട്ടിയിട്ടുണ്ട്? ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല? ഇല്ല ഇല്ല. ദോഷം എന്ന് പറയാനായിട്ട് കുറേ ഉണ്ട്. ഈ നമ്മൾ പറഞ്ഞു 19-ാമത്തെ വയസ്സിലല്ലേ, 19-ാമത്തെ വയസ്സിൽ ആ ഒരു പെൺകുട്ടി ഇത് അനുഭവിക്കുക എന്ന് വെച്ചാൽ ചെറിയൊരു അനുഭവം അല്ല. ഇതിനെ തരണം ചെയ്ത് എങ്ങനെയാ തരണം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ആ ഒരു ബാഡ് സിറ്റുവേഷനിലൂടെ കടന്നുപോയി, ഇപ്പോഴും ചിരിച്ചിരിക്കുന്നു, ഇവിടെ ഇൻ്റർവ്യൂവിന് വരുന്നു, ഇതെല്ലാം മറന്നിട്ടാണല്ലോ വന്നത്. മറന്നിട്ടെന്ന് വെച്ചാൽ ജീവിതത്തിൽ മരിക്കുന്ന നാൾ വരെ ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കും. എന്നാലും ഇതിനെ റിക്കവർ ആയത് അങ്ങനെ കുറച്ചൊക്കെ റിക്കവർ ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒത്തിരി മീൻസ് എല്ലാരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അതായത് എനിക്കൊരു സഹായം ഉണ്ടെങ്കിലേ, അല്ല ഒരു കൈത്താങ് ഉണ്ടെങ്കിൽ എനിക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. സത്യം, അങ്ങനെ ഒരു നിന്നൊരു ആളാണ്. ഇത് വന്നപ്പോഴത്തേക്കും നമ്മൾക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ കൂടെ ആരും നിന്നിരുന്നില്ല. ആ ഒരു ടൈമിൽ മനസ്സിലാക്കി ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്, നമുക്ക് നമ്മളെ ഉള്ളൂ. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ സ്വയമേ മനസ്സിലാക്കും. അപ്പൂസ് ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയ പാഠങ്ങൾ എന്തൊക്കെയാ? നത്തിങ് ഈസ് പെർമനന്റ്. ആരും ശാശ്വതമല്ല. ടിൽ ദ എൻഡ് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം. അതിനപ്പുറം ഒരു പാഠമില്ലല്ലേ? ഇല്ല. അതെന്നെ പഠിപ്പിച്ചതിൻ്റെ അനുഭവങ്ങളാ. സത്യം. അപ്പൂസേ, ഒരാളുടെ കഥ കേട്ട് നമ്മൾ പഠിക്കുന്നതാണോ നല്ലത്, നമ്മുടെ ലൈഫിൽ അനുഭവിക്കുന്ന അനുഭവങ്ങൾ പഠിക്കുന്നതാണോ ഏറ്റവും വലിയ പാഠം? നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്നതാണ് ഏറ്റവും വലിയ പാഠം. അതിനെ തിരുത്താൻ ആർക്കും പറ്റത്തില്ല. ഇപ്പൊ അപ്പൂസിന്റെ ജീവിതം എന്നോട് പറഞ്ഞു, ഞാനിത് 2 ദിവസം കേൾക്കും അല്ലേ, പക്ഷെ ആ ഒരു അനുഭവം എനിക്ക് വന്നാൽ എനിക്കൊരിക്കലും അതിനെ തരണം ചെയ്യാൻ പറ്റുമോ? അതൊരു കോൺഫിഡൻസാ. തരണം ചെയ്താൽ കോൺഫിഡൻസ് ആണ്. പക്ഷെ അതിൽ തന്നെ നിന്ന് പോകുന്നവരും ഉണ്ട്. അപ്പൂസിന്റെ ലൈഫിലുണ്ടായ വേദനകളിൽ നിന്ന് റിക്കവറായി വന്നു. ഇപ്പോഴും അങ്ങനെ ഇരുന്നു പോകുന്ന പല ആളുകളുണ്ട് റിക്കവർ ആകാതെ. അങ്ങനെയുള്ളവരോട് അപ്പൂസിന്റെ ജീവിതത്തിൽ നിന്ന് അപ്പൂസിന് പറയാനുള്ള പാഠം എന്തുവാ? അങ്ങനെ പറയാനുള്ളത്, ആ ഒരു ടൈമിൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇരുന്ന് പോവുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മുടെ ജീവിതമേ പോയി, പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കത്തില്ല. ഇരുന്ന് പോവുകയാണെങ്കിൽ ഇരുന്ന് പോവും. ആ ഒരു ടൈമിൽ ഞാൻ മനസ്സിലാക്കി ജീവിച്ച് കാണിക്കണം എന്നൊരു ഇത് വന്നു. കാരണം അങ്ങനെ അപ്പൂസ് ഇരുന്ന് പോയിരുന്നെങ്കിൽ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ അവിടുന്ന് അപ്പൂസ് എഴുന്നേറ്റു. അതൊരു ചെറിയ എഴുന്നേൽപ്പല്ല കേട്ടോ. ഇന്ന് അപ്പൂസിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് എന്തോ അപ്പൂസിന് പറയാനുള്ളേ? അവർ വിളിക്കുന്നത് അപ്പൂസ്, ക്യൂട്ട്, സുന്ദരി എല്ലാം വിളിക്കും. അവരോട് എന്തോ പറയാനുള്ളേ? സ്നേഹിക്കുന്നവരുടെ അടുത്തും ഹേറ്റേഴ്സിന്റെ അടുത്തും ഒന്നേ പറയാനുള്ളത്, എന്തായാലും എല്ലാവരെയും എനിക്കിഷ്ടമാണ്. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് വലിയൊരു കാര്യം.